ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട് DIY ഗിഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തിന് 9x9 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു പേപ്പർ പീസ്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിൽ മടുക്കണം ഇത്. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് മിഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം അതിനെ ബയ്യോട്ടൊന്ന് മടക്കുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അതിന് ഈ വീഡിയോയിൽ കാണുന്ന ബയ്യോട്ട് മടക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡ് പോർഷൻ ഇല്ലേ, അത് ബയ്യോട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് മടക്കുക. അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആ പോലെ മടക്കുക. ഇതാ ഇപ്പോൾ ഞാൻ തുറന്നിട്ട് ഒന്നും കൂടി മനസ്സിലാവും. ഇത് ആയറിൻ്റെ ഓപ്പൺ ആക്കി കാണിച്ചു. ഓക്കെ, എന്നിട്ട് ഇത് ഈ പോലെ ഈ ഒരു സ്ക്വയർ കിട്ടുന്നതാണെങ്കിൽ അതിനെ ബയ്യോട്ട് മടക്കുക. എന്നിട്ട് പുറത്തേക്ക് കുറച്ച് മാത്രം മടക്കുക. ആ പുറത്തേക്ക് മടക്കുന്ന ഉള്ളിലേക്ക് നേരെ മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് മടക്കാണ്ട് കണ്ടില്ലേ, ഇതുപോലെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കണം. ഞങ്ങളുടെ ഒരു ഹെഡ് ഷേപ്പ് പോലെ ആക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു കട്ട് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് കൊടുത്തിനാണ്, അത് കുറച്ച് ചെറുതായി പോയി, നല്ലോണം ചെറുതായി. അതിന് ഞാൻ കുറച്ചധികം കൊടുക്കുന്നു. കുറേ ഒന്നും കൊടുക്കാൻ കഴിയില്ല, കുറച്ചധികം. എന്നിട്ട് ഈ കട്ട് കൊടുത്തെടുത്തുനിന്ന് രണ്ട് ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെയല്ല, ജസ്റ്റ് ഒന്ന് അതിനെ മടക്കി കൊടുക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നല്ലേ, അത് നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ അറിയായിരിക്കും ഇത് ഇങ്ങനെ ബന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇത് മടക്കിന്. ഇനി ഇതിനെ ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കണം. അത് കുറച്ചൊരു ടാസ്ക് പോലെ, ടാസ്ക് നല്ല, അത് കറക്റ്റ് വരുന്നില്ല. അത് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നേരെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹേർഡ് ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കുക. ക്ലോസ് ആക്കിയതിന് ശേഷം ഇത് ഒന്ന് നേരാക്കി കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ഇതൊരു ചെറിയൊരു എൻവലപ്പ് പോലെയും ആ ഒരു ഷേപ്പിലെല്ലാം കിട്ടി. നല്ലൊരു ക്യൂട്ടായിട്ട് നല്ലൊരു ചെറിയൊന്ന് കിട്ടി. ഞാനിവിടെ കുറച്ചധികം ആക്കിനോ. അപ്പോൾ ഇനി ഇതെല്ലാം വെക്കാൻ പറ്റിയ ഒരു ബോക്സാണ് ഞാൻ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 12.5 സെൻറ്റിമീറ്ററും 14.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പർ എടുത്തിന്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് മാർക്കാക്കി കൊടുത്തിന്. ഈ ബോക്സ് എനിക്ക് കട്ടാക്കാൻ മാത്രം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല, എനിക്കത് ബയ്യെ അറിഞ്ഞത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല. അതിനോട് ഞാനിത് പറയുന്നത് ബെസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ ഇതാ നോക്കിക്കോ, ഫസ്റ്റ് ഞാൻ താഴെ വെച്ചത് 12 സെൻറ്റിമീറ്ററിൻ്റെ, മീത്തൊക്കെ വെച്ച് 14.5 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ 14.5 സെൻറ്റിമീറ്ററിലേക്ക് 4, 3, 4, 3 പിന്നെ 0.5 ഞാൻ അതിനെ ഡിവൈഡ് ആക്കിയിട്ട് എടുക്കുന്നത് ഇത്ര സെൻറ്റിമീറ്ററിലായിട്ട്. പിന്നെ താഴേക്ക് വരച്ചെടുത്ത് 4, 4.5, 4 ഈ ഒരു സെൻറ്റിമീറ്ററിൽ അതിനെ ഡിവൈഡ് ആക്കുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനല്ലെങ്കിൽ നമുക്ക് ഈ ഗമ്മിട്ടിട്ട് ഒട്ടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വിരിക്കുന്നത്. അതാണ് ഇതുപോലെ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലേ, വിരിച്ചത് എന്നീൻ്റെ ഇത് സാധനം ഒന്നും ഇരിക്കേണ്ട. അത് ജസ്റ്റ് ഗമ്മിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മീത്തൊന്ന് ക്ലോസ് ആക്കാനുള്ള ഒരു ലിഡ് പോലെ. ഈ റോങ് ഇടുന്നതെല്ലാം നമുക്ക് വേണ്ടാത്തത് അത് കട്ടാക്കി കളയണം. അപ്പോൾ ഇത് ഈ റോങ് ഇടുന്നതൊന്നും നമുക്ക് വേണ്ട, അത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണോ, ഈ റോങ് ഇടുന്നതെല്ലാം. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഹേർട്ട് പോലെ കട്ടാക്കാണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ട് ബയ്യ ഒട്ടിച്ചിട്ടെല്ലാം ആയ പിന്നെയാണ് ഞാനത് കട്ടാക്കാണ്ട് ഓർത്തത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ബയ്യോട്ട് വരച്ചിട്ട് കാണിക്കുന്നത് അത്രയാണ് നമ്മൾ കട്ടാക്കിയിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പിലാണ് ഞങ്ങൾ കട്ടാക്കേണ്ടത്. വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ആക്കണമെന്ന് നിശ്ചയം മാത്രം. ഇന്നലെ ഫുള്ള് മഴ എല്ലായിട്ട് ഭയങ്കര മഴയുടെ, അതിനോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇന്നെടുത്തിട്ട് എഡിറ്റ് ആക്കാൻ ടൈം കിട്ടിയിട്ട് കുറച്ച് ഷോപ്പിൽ പോകേണ്ട, അങ്ങനെ കുറച്ച് ഇതെല്ലാം ഉണ്ടോണ്ട് അങ്ങനെ ഫുള്ള് ലേറ്റായി. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ഇത് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കട്ടാക്കിയിട്ട് കഴിഞ്ഞ പിന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് കട്ടാക്കിയാൽ. ഇപ്പോൾ ചിലപ്പോൾ എന്ത് മനസ്സിലാവില്ല, ഞാൻ വെച്ചതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതായി കട്ടാക്കിയിട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് കട്ടാക്കിയത്, എന്താണ് വരച്ചിനെന്നല്ലോ.
വീട് പിന്നെ നല്ല മഴ വരുന്നുണ്ട്, കരണ്ട് അപ്പം പോന്ന് വരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം എങ്ങനെയാണെന്ന് വെച്ചല്ലോ, മഴ വരുന്ന കറണ്ട് പോകുന്നുണ്ടോ എന്തെന്നെല്ലാം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ ഞാനിവിടെ കട്ടാക്കിയിട്ട് എടുത്തിന്. എന്നിട്ട് ഫുൾ ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡാക്കി കൊടുത്തിന്. ഞാൻ എല്ലാ സൈഡും അങ്ങ് ഫോൾഡാക്കേണ്ട അടുത്തെല്ലാം ഫോൾഡാക്കി കൊടുത്തിന്. എന്നെങ്കിൽ ഇന്നേരം നമുക്ക് സ്റ്റിക്കാക്കാൻ കഴിയത്ര. എന്നിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഹാഫ് ഇഞ്ചിൽ അതിലേക്ക് ജസ്റ്റ് ഗമ്മിടുക. എന്നിട്ട് വീഡിയോയിൽ കാണാൻ കൊട്ടിച്ച് കൊടുക്കുക. പുറത്ത് നല്ല മഴ വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റിക്കാക്കിയതിന് ശേഷം കോർമ ഹേർഡ് ഷേപ്പിൽ കട്ടാക്കണം. അത് ഞാൻ ബോക്സ് ആക്കിയതിന് ശേഷം കട്ടാക്കിനെ. ഞാൻ ഫ്രണ്ടിൽ മാത്രമേ കട്ടാക്കിനെ, നിങ്ങൾ സൈഡെല്ലാം വേണം കട്ടാക്കാം. അപ്പോൾ ഞങ്ങൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കാർഡെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. ഇത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഓർക്കെല്ലാം നല്ല ഈ പുള്ളർക്കെല്ലാം ഗിഫ്റ്റ് ആക്കി കൊടുക്കുക, നല്ല പാണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ. ഫോർ മോർ വീഡിയോസ് ഗോ ആൻഡ് ചെക്ക് മൈ പേജ്. താങ്ക് യു.